അപ്പൊ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് വെള്ളം ചേർക്കാതെ. നമ്മുടെ അശ്വത് ഇസ് ബാക്ക് ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്. പണ്ട് ഇസ് ബാക്ക്. ഒറ്റയ്ക്കുള്ള വീഡിയോസ് ഒക്കെ എല്ലാരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അശ്വത്തൻ ഒരു മൈനർ സെലിബ്രിറ്റി ആണ് അശ്വത്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയ വീഡിയോ പണ്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. സോറി അശ്വത്. അപ്പം അതെല്ലാരും ഒന്ന് കാണുക. അതുകൊണ്ടാണ് മനുവിന് അധികം പോഡ്കാസ്റ്റിൽ നമ്മളോട് കയറാൻ പറ്റാണ്ടായി പോയത്. അതെ അതെ അതെ. പിന്നെ നമ്മൾ ഇന്ന് അശ്വത്തിനെ കൊണ്ടതിന് വേറെ റീസണും കൂടെ ഉണ്ട്. ഇപ്പോ ബിഗ് ബോസിന്റെ ഫൈനൽ വീക്കാണ്. ബിഗ് ബോസ് നല്ല ഒരു ദിവസം പോലും വിടാതെ കാണുന്ന ആളാണ് അശ്വത്. 24 hours ഉള്ള ഫുൾ ഒരു സൂപ്പർ ഫാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ്ട്. ഞാൻ വല്ലപ്പോഴും ഫാമിലിയുടെ കൂടെ കാണും. അപ്പൊ എനിക്ക് അതിനെ കുറിച്ചുള്ള അത്ര ഡെപ്തിലുള്ള ഇൻഫർമേഷൻ അറിയില്ല. അപ്പം ഇനി ആരൊക്കെയാണ് ബാക്കിയുള്ളത്? നമ്മള് 21 പേരായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 പേരാണ് ഇനി ബാക്കിയുള്ളത്. കണ്ടസ്റ്റന്റിന്റെ പേരൊക്കെ പറഞ്ഞാൽ അറിയാലോ അല്ലെ? എനിക്കറിയാം. ഞാനിപ്പോ കുറച്ച് നാളായിട്ട് കാണാറുണ്ട്. 7 പേരാണ് അതിന്റെ അകത്ത് ബാക്കിയുള്ളത്. അതിന്റെ അകത്ത് അനുമോളുണ്ട്, ഷാനവാസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടസ്റ്റന്റ്, അക്ബർ, ഇവർ രണ്ടുപേരും സീരിയൽ കോമണർ അനീഷ്, കപ്പിൾ, ആദില നൂറ, പിന്നെ നമ്മുടെ ഫെമിനൈൻ നിവി. അങ്ങനെ 7 കണ്ടസ്റ്റൻസ് ആണ് ബാക്കിയുള്ളത്. ബാക്കി എല്ലാവരും ഔട്ടായി. ഫാമിലി ലാസ്റ്റ് വീക്ക് 4 ദിവസം കൂടിയേ പരിപാടി ഉള്ളൂ. 4 ദിവസം കൂടി കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അങ്ങനെ കുറച്ച് ഇന്റേണൽ ഇൻഫർമേഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇന്ന് ആരും ഔട്ടായെന്ന് തോന്നുന്നു. ഇന്ന് ഒരു എവിക്ഷൻ ഉണ്ട്. ആരാണ് ഔട്ടായെന്നുള്ള അറിയില്ല. ഇപ്പൊ ഈ കോളിന്റെ അകത്ത് അറ്റൻഡ് ചെയ്യാൻ വന്നത് കാരണം എപ്പിസോഡ് മിസ്സായിക്കൊണ്ടിരിക്കുക. എപ്പിസോഡ് വരെ ചിരിച്ചിട്ടാണ് അഭിപ്രായത്തിൽ. എനിക്ക് തോന്നുന്നു മെയിൻലി നമുക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ജനങ്ങളുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്ന ഒരു ഷോ ആയത് കാരണം നമുക്ക് മൊത്തത്തിലുള്ള ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള പൾസ് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അക്ബർ, നിവിൻ അല്ലെങ്കിൽ ആദില, ഇതിന്റെ അകത്ത് 3 പേരിൽ ഒരാൾ പുറത്തു പോകാനാണ് കൂടുതൽ സാധ്യത. കാരണം അവർക്കാണ് കൂടുതൽ നമ്മൾ പോളിന്റെ അകത്തും കമ്മ്യൂണിറ്റി പോൾസിന്റെ അകത്തൊക്കെ കുറച്ച് സപ്പോർട്ടും, അല്ലെങ്കിൽ അധികം എന്താ പറയാ സപ്പോർട്ട് കാണാത്ത 3 കണ്ടസ്റ്റൻസ് എന്ന് തോന്നുന്നത് ഇവർ 3 പേരാണ്. 3 പേരും തീർച്ചയായിട്ടും ഡെഫിനറ്റ് ആയിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. നല്ല ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ടോപ്പ് 7 എത്തുന്നത്. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു ഈ 3 പേരിൽ ഒരാൾ പുറത്തു പോകാനാണ് സാധ്യത. ബാക്കി എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ ഇവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് മറ്റുള്ളവർ എന്ന് വേണ്ടിവരും പറയാൻ. ഓക്കെ, ഇവര് ബാഡാന്നല്ല. ഓൾറെഡി 25 പേരിന്റെ അകത്ത് നിന്ന് അവസാനത്തെ 7 എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൈൻഡ് ഗെയിം. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിം ആണല്ലോ. അപ്പൊ ആ മൈൻഡ് ഗെയിമിൽ ഈ ലാസ്റ്റ് 7 പേരിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് യുനോ. അപ്പം അതിന്റെ അകത്ത് അവര് നല്ല പ്ലേയേഴ്സ് ആണ്. പക്ഷെ ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നോട്ട് അപ് ടു ദാറ്റ് പോയിന്റ്, അപ് ടു ദാറ്റ് മാർക്ക്. എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ്, എനിക്ക് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ അനീഷിനെ ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു ഈ വർഷം ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കൈൻഡ് ഓഫ് സീസൺ ആണ് ഈ പ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്ലെയറിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത്തവണ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഗെയിംസ് ഒക്കെ. ഒരാളെ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അയാളെ മാത്രം അല്ല, എല്ലാരും മോശമായതുകൊണ്ടാണ്. മനസ്സിലായി. ആരെങ്കിലും ഒരാള് ഗംഭീരമായിട്ടുള്ള ഒരു സ്ട്രോങ് പോയിന്റിന്റെ അകത്ത് നിന്ന് ആളുടെ നിലപാടുകളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ഇയാൾ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇവര് ഒരു പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കാൻ അറിയാത്ത കുറെ കണ്ടസ്റ്റൻസിനെ പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു 4D ചെസ് പോലെയാണ്. അതായത് ഒരു പുറത്തുള്ള നമ്മൾ ഉള്ളിൽ കളിക്കണം, ഉള്ളിലുള്ള ആൾക്കാരായിട്ടുള്ള പൊളികൾ വരും, ആ പൊളികൾ മറച്ചു വെച്ച് ജനങ്ങളെ പ്രീതിപ്പെടുത്തി കളിക്കണമല്ലോ. അപ്പം ആ ഒരു സ്കില്ല് കുറച്ച് കുറവുള്ള കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് ആണിത്. ഇപ്പം ഞാന് ഈ ബിഗ് ബോസ് മലയാളം കണ്ടതിൽ വെച്ചിട്ട് ഒരു ബെഞ്ച് മാർക്ക് പ്ലെയർ ആയിട്ട് ഞാൻ കണ്ടത് അഖിൽമാരാറിനെയാണ്. അപ്പൊ ആളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ എന്ത് നടത്തുന്നു എന്നുള്ളത് പുള്ളി ബോധർ ചെയ്യുന്ന കാര്യമല്ല. പുള്ളി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ
പ്രേക്ഷകരെ മനസ്സിലാക്കി ഒക്കെ ഇപ്പം തല്ല് കിട്ടണം എന്ന് പറയുന്ന സമയത്ത് തല്ല് ഒരു സിനിമയിൽ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഹോരിപ്പുലേഷൻ ഇല്ലേ, ഒരു രോമാഞ്ചം, ആ ഫീല് തരാൻ പറ്റിയ കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് ഇത്തവണത്തെ സീസണിനകത്ത് ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് പ്ലെയറിനെ സെലക്ട് ചെയ്യാൻ പറ്റാത്തത്. അത് തന്നെയാണെന്ന് തോന്നുന്നു ഒരുപാട് മലയാളികൾ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നവും. എനിക്ക് തോന്നുന്നു അടുത്ത തവണത്തെ ബിഗ് ബോസ് മേക്കേഴ്സ് എങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്ന തരത്തിലുള്ള എന്താ പറയാ കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇത്തവണ ഇതിന്റെ മുമ്പ് ആദ്യമായിട്ട് സീസൺ 5 ഒരു കോമണർ വന്നത്, ഗോപിക. പക്ഷെ അവര് പെർഫോം ചെയ്തില്ല. അതിന്റെ അടുത്ത സീസണിലും 2 ലേഡി കണ്ടസ്റ്റൻസ് തന്നെയാണ് വന്നത്. ഇത്തവണയാണ് ആദ്യമായിട്ടൊരു മെയിൽ കോമണർ വന്നത്. ആള് ആദ്യം കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരുന്നെങ്കിലും 5 വർഷം ജോലിയൊക്കെ ലീവ് എടുത്ത് ബിഗ് ബോസ് പഠിച്ചു വന്നേക്കുന്ന ഒരാളായിരുന്നു. അത്യാവശ്യം പെർഫോം ചെയ്തു ഇപ്രാവശ്യം. അപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. അനീഷ് എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കോമണേഴ്സിനെ ആക്കാൻ പറ്റില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും ഉറ്റു നോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ കുറച്ച് സെലിബ്രിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം ഒരു ഹൈപ്പ് ഈ ബിഗ് ബോസിന് ആ സീസണിൽ കിട്ടത്തില്ല. ഇപ്പം അനുമോൾ ഉണ്ട്. അനുമോൾ ഇപ്രാവശ്യത്തെ ഒരു എന്താ പറയാ ഇപ്രാവശ്യത്തെ ഒരു ഹൈലൈറ്റ് ആണ്. അപ്പൊ അനുമോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറയുന്നത് മലയാളികളുടെ ഇടയിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും സീരിയൽ അല്ല നമ്മുടെ സ്റ്റാർ മാജിക്കിലുള്ള അനു വരുന്നുണ്ട്. അപ്പം സ്ത്രീ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതെ ആ ഒരു മാർക്കറ്റിംഗ് ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം എല്ലാ 21 കോമണേഴ്സിനെ കടത്തി വിട്ടിട്ട് ആ കോമണേഴ്സിന്റെ സീസൺ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒന്നിലധികം കോമണേഴ്സിനെ കയറ്റി വിടുന്നുണ്ട്, അത് തെറ്റില്ല. മാക്സിമം ഒരു 5 ആൾക്കാരെ വരെയൊക്കെ പോവുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാർ. ഇപ്പൊ അനീഷിന്റെ കേസ് പറയുകയാണെങ്കിൽ അനീഷ് അത്ര കോമണർ അല്ല. അനീഷിന് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ഓൾറെഡി ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. ഒരുപാട് സെൽമി ദ ആൻസർ എന്ന് പറഞ്ഞ പരിപാടിന്റെ അകത്തൊക്കെ വന്നിട്ടുള്ള ക്ലിപ്സ് ഒക്കെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് കോമണർ ആയിട്ടുള്ള ഒരാളല്ല അനീഷ്. അതിനേക്കാൾ കൂടുതൽ കോമണർ ആയിട്ടുള്ള, അതായത് ഈ മീഡിയ ഫീൽഡിന്റെ അകത്ത് ഒട്ടും വരാത്ത തരത്തിലുള്ള എന്നാൽ നന്നായിട്ട് സംസാരിക്കാൻ ചില ക്ലിപ്പിലൊക്കെ ഇങ്ങനെ തല്ലുകൂടുന്നൊക്കെ മതിലിന്റെ അപ്പുറം ഇപ്പുറം അങ്ങനത്തെ ലെവലാണ് ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്കില്ലുള്ള, അതേപോലെ അതെ പുള്ളി പറയുന്ന കേൾക്കുന്ന സമയത്ത് നമുക്ക് പുള്ളി പറയുന്നതിന്റെ അകത്ത് എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോവും. പുള്ളി നമ്മളെ കൺവിൻസ് ചെയ്യും. ഓക്കെ ഈ ഒരു ഇത് പുള്ളി പറയുന്നത് പോയിന്റ് ആണ്. അത് ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം വായ്ത്താളാണ്. നന്നായിട്ട് വായ്ത്താളം ഉണ്ടെങ്കിൽ മനസ്സിലായത് ഉണ്ണിക്കുട്ടന് പറ്റിയ പരിപാടിയാ, പണ്ടത്തെ OG ഉണ്ണിക്കുട്ടൻ. എന്നെ വിളിക്കുന്നത് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വിളിക്കൂല. നമ്മളിത് അപ്ലൈ ചെയ്ത് അവിടെ ചെന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് ബ്രേക്ക് ആയി പോകും. നമ്മളൊക്കെ ഇരുന്ന് മോങ്ങല ഇരിക്കും 4ാമത്തെ ദിവസം. എനിക്ക് അമ്മേനെ കാണണം. എന്തുവരെ കൊടുത്തുമാണ് പിടിച്ചെടുക്കാന്നുള്ളതാണ് എന്റെ ഇപ്പത്തെ ലക്ഷ്യം. അതാണടാ, അതായത് പിന്നെ ഇപ്രാവശ്യം വളരെ PR-കളെ എക്സ്പോസ് ചെയ്തൊരു സീസണാണ്. അപ്പം മലയാളം ബിഗ് ബോസിന്റെ എനിക്ക് തോന്നുന്നു ഗെയിമൊക്കെ നോക്കിയിട്ട് ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ വളരെ കുറവാണ്. അതായത് അതിന്റെ ഉള്ളിൽ എന്ത് മൈൻഡ് ഗെയിംസ് കളിക്കുന്നു, എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളെയും ടാക്കിൾ ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ഈ ഗെയിമിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പ്രേക്ഷകർ ഒരു 1% ഉള്ളൂ. ബാക്കി 99% പ്രേക്ഷകരും നമ്മുടെ വീട്ടമ്മമാരാണ്. അവര് ഇമോഷണലി ആണ് ഈ ഷോയെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം കൂടുതലായിട്ട് കരയുക അല്ലെങ്കിൽ കൂടുതൽ ഒറ്റപ്പെടുക അങ്ങനത്തെ സ്ട്രാറ്റജീസ് ഒക്കെ കാണുന്ന സമയത്ത് ഈ പാവം കൊച്ച് ആ ഒരു കൈൻഡ് ഓഫ് ഫീല് ആ ഒരു കൈൻഡ് ഓഫ് ഫീല് കൊണ്ടുവരികയും പിന്നെ സാധാരണക്കാരുടെ ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഈ കൂടുതൽ കണ്ടസ്റ്റൻസ് ഇതിനകത്ത് ത്രൈവ് ചെയ്തേക്കണത്. അതിന് പിആറിന്റെ ഒരു കാര്യം എക്സ്പോസ് ചെയ്ത കാര്യം പറഞ്ഞില്ലേ? പിആറിന്റെ ഒരു കാര്യം എക്സ്പോസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? അത് ഓൾറെഡി PR ഉണ്ടെന്നുള്ള കാര്യത്തിന്റെ സംശയമൊന്നുമില്ല. കാരണം PR വേണം താനും, PR ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. പക്ഷേ
അത് വളരെ ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ബന്ധങ്ങളെ വെച്ചിട്ട് ഗെയിം കളിച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സീസൺ ആണിത്. അതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ ഇതിന്റെ മുമ്പേ ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് സീസൺസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ ഫാമിലിനെ പറയുക, അതേപോലെ വീട്ടുകാരെ തെറി വിളിക്കുക, അങ്ങനെ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഏത് തരത്തിലും മറ്റുള്ള എതിരായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് മുന്നോട്ട് വരിക എന്നുള്ള കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ്, ഇതൊക്കെ PR-കളാണ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ തന്നെ ഈ ഇൻഫർമേഷൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അനുമോൾ തന്നെ 16 ലക്ഷം രൂപയുടെ PR കൊടുത്തിട്ടാണ് ഇതിന്റെ ഉള്ളിൽ വന്നതെന്നുള്ള കൈൻഡ് ഓഫ് ടോക്ക് അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ 50 ലക്ഷമാണ് ഇതിന്റെ വിന്നിംഗ് പ്രൈസ്. അതിനകത്ത് 16 ലക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. 16 ലക്ഷം രൂപ. അപ്പം അത്തരത്തിലുള്ള വലിയ PR വർക്കുകളാണ് പുറത്ത് നടക്കുന്നത്. ഇത് ഈ നോർമൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അറിയാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവരതിനെപ്പറ്റി ബോധവല്ല. എന്ത് PR, അവര് ഇതിന്റെ അകത്തുള്ള കുറച്ച് ഇമോഷൻസ് കാണണം, എൻജോയ് ചെയ്യണം, വോട്ട് ചെയ്യണം, പരിപാടി തീരണം, ഇത്രേ അവർ കാണുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ പുറകിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് PR കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ബിഗ് ബോസിന്റെ? പബ്ലിക് റിലേഷൻസ് ആണ്. അതായത് അവർക്ക് വേണ്ടിയിട്ട് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഇവിടെ റീൽസ് ആക്കി ഹൈലൈറ്റ് ചെയ്ത് വിടുക. അതായത് ഒരാള് അവരവിടെ അതിന് പറ്റിയിട്ടുള്ള കൈൻഡ് ഓഫ് ക്ലിക്ക് ബൈറ്റ്സ് കൊടുക്കും. അത് ഇവരിവിടെ ഹൈലൈറ്റ് ചെയ്ത് BGM ഒക്കെ ഇട്ട് മറ്റുള്ള എതിർ കണ്ടസ്റ്റൻസിനെ താഴ്ത്തി കാണിച്ചിട്ട്, മനസ്സിലായില്ലേ? ആ രീതിയിൽ ഇപ്പം നമ്മളിപ്പം ഈ ഷോ 24 മണിക്കൂറും കാണുന്നവരല്ല മെജോറിറ്റി ആൾക്കാർ, അല്ലെങ്കിൽ എപ്പിസോഡ് തന്നെ കാണുന്ന ആൾക്കാർ കുറവാണ്. അതേ സമയത്ത് ഈ എപ്പിസോഡിന്റെ അകത്ത് കട്ട് ചെയ്തിട്ട് ഒരു റീൽ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ റീച്ച് വളരെ വലുതാണ്. എനിക്ക് തന്നെ ഒരുപാട് ആൾക്കാർ അറിയാം ബിഗ് ബോസ് ഒന്നും കാണത്തില്ല, പക്ഷെ ബിഗ് ബോസിന്റെ റീൽസ് ഒക്കെ വരുന്ന സമയത്ത് അത് കാണും, മനസ്സിലായില്ലേ? അപ്പം ഈ റീൽസ് ആണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്. അതിന്റെ അകത്ത് ആൾക്കാർ ഇന്നാള് നല്ലത് ഇന്നാള് മോശം എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഗെയിം ഒക്കെ എങ്ങനെയാണ്? അതായത് ഇതിനെയൊക്കെ ഇതാക്കിയിട്ടുള്ളതാണോ പഴയതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ ബിഗ് ബോസിന്റെ പരിധിയിൽ നിന്ന് വരുന്ന ഗെയിമുകൾ? ബിഗ് ബോസ് കൊള്ളാം, പക്ഷെ ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് തോന്നിയത് സീസൺ 4 ബിഗ് ബോസ് നല്ലതായിരുന്നു. ബിഗ് ബോസ് ഇപ്രാവശ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ബിഗ് ബോസും ഗെയിം കളിക്കണം. ബിഗ് ബോസ് ഇപ്രാവശ്യം നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്കൊരു സീസൺ 4 ഒരു ബെഞ്ച് മാർക്ക് ആയിരുന്നു. ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. ശ്രമിച്ചിട്ടുണ്ട്, ബെറ്റർ ആവുന്ന എനിക്ക് നോക്കാം. എന്തായാലും സീസൺ 6-നേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സീസൺ 4 ആരായിരുന്നു? സീസൺ 4 നമ്മളെ റോബിന്റെ സീസൺ. റോബിൻ, റിയാസ്, ലക്ഷ്മിപ്രിയ, ജാസ്മിൻ, അങ്ങനെ ബ്ലസ്ലി, ഇഷ്ടംപോലെ കണ്ടസ്റ്റന്റ്. എന്താ മോനെ, എങ്ങനെയുണ്ട് ഇപ്രാവശ്യം? മതിയായി തോന്നുന്നത് ആള് മതി. പക്ഷെ ഇതിന്റെ കേസ് എന്താ വെച്ചാൽ മോഹൻലാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഹോസ്റ്റ് ചെയ്യും ഈ പരിപാടി? അങ്ങനത്തെ ഈ കാര്യത്തിലൊക്കെ സൂപ്പർ ആയിരിക്കും. പുള്ളി അഭിനയിക്കാനാണ് വേറെ ആരും ഇല്ലടാ. അതായത് എനിക്കറിയാം നമ്മുടെ തമിഴ് ബിഗ് ബോസ് കമലഹാസൻ ഹോസ്റ്റ് മാറിയിട്ട് വിജയ് സേതുപതി വന്ന സമയത്ത് ഈ പരിപാടി കാണുന്നത് നിർത്തിയ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ, മനസ്സിലായില്ലേ? അതേപോലെ മോഹൻലാൽ എന്ന് പറയുന്നത് ഈ ഷോന്റെ ഒരു ഫേസ് ആണ്. അത് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പരിപാടി വേറെ ആര് ഹോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സിലേക്ക് ഇത് ആള് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആര് ഹോസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ച സമയത്ത് എന്റെ മനസ്സിലേക്ക് ആരും വന്നില്ല. ഹോസ്റ്റ് ചെയ്യാൻ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരാൾ വേണം, എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ ഒരു ക്രൗഡിനെ കൊണ്ടുവരുന്നുണ്ടല്ലോ. ബേസിക്കലി മോഹൻലാൽ പൈസ ഡിമാൻഡ് ചെയ്യുന്നത് ആ ക്രൗഡിനെ കൊണ്ടുവരുന്നോണ്ടാണല്ലോ. മോഹൻലാലിന്റെ ബ്രാൻഡ് വാല്യൂ കൊണ്ട് മാത്രം കാണുന്ന ആൾക്കാരുണ്ടല്ലോ. അത് മനസ്സിലായി. ഈ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ മുകളിൽ ഒരു ഡോമിനേറ്റ് ചെയ്ത് അപ്പൊ തന്നെ ഡയലോഗ് അടിച്ച് സംഭവം ശരിയാക്കണമെങ്കിൽ പൃഥ്വിരാജ് സൂപ്പർ ആയിരിക്കും. അതില് വലിയ റോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ലാസ്റ്റില് മോഹൻലാലിന് കുറവാന്നാ ഞാൻ പറയുന്നത്. അതായത് ആള് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സാധനം. ഇപ്പൊ സൽമാൻ ഖാൻ ഹിന്ദി ബിഗ് ബോസും മലയാളം ബിഗ് ബോസും ഒരുമിച്ച് കാണുന്ന ആൾക്കാർക്ക് അറിയാം സൽമാൻ ഖാന്റെ ഒരു ഓറ, ആ ഒരു ലെവലുണ്ട്. ഒരു ഹോസ്റ്റ് എന്ന നിലയിലുള്ള ഇപ്പം ആള് ഒരു സീസണിന്റെ അകത്ത് വീട്ടിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് വീടിന്റെ ഉള്ളിലുള്ള പാത്രങ്ങളൊക്കെ പുള്ളി തന്നെ എടുത്ത് കഴുകി വെച്ച ഒരു എപ്പിസോഡ് ഉണ്ടായി. അതായത് ഇവര് റൂം ക്ലീൻ ചെയ്ത് വെക്കുന്നില്ല, അങ്ങനെ പുള്ളി വീട് വിസിറ്റ് ചെയ്യാൻ പോയിട്ട് പുള്ളി തന്നെ പോയിട്ട് പാത്രമൊക്കെ കഴുകി വെക്കുക, മനസ്സിലായി? അത് വൺ ഓഫ് ദ ഹൈ TRP കിട്ടിയ ഒരു എപ്പിസോഡാ, മനസ്സിലായി? ഹിന്ദി ബിഗ് ബോസിന്റെ അകത്ത് ഹൈ TRP അടിച്ച എപ്പിസോഡാണ് അത്.
അപ്പം അങ്ങനത്തെ സ്പോണ്ടേനിറ്റി, അതായത് ചെന്ന് പോയി ചെയ്ത് അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ പൊളിച്ചെടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പം മലയാളത്തിൽ ഇപ്രാവശ്യം കളിച്ചിട്ടുള്ള കുറെ ഡേർട്ടി ഗെയിംസ് ഉണ്ട്. പുതപ്പിന്റെ അടിയിൽ എന്ത് നടന്നു എന്നുള്ളതാണ് ഈ സീസണിന്റെ അകത്തുള്ള ഏറ്റവും വലിയ അതൊക്കെ പൊട്ടിക്കാൻ നല്ല അങ്ങനത്തെ കൈൻഡ് ഓഫ് ഗെയിംസ് ഒന്നും അങ്ങനത്തെ കൈൻഡ് ഓഫ് ഗെയിംസ് ഒന്നും ബിഗ് ബോസിന്റെ അകത്ത് നടത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ തന്നെ തേച്ചൊട്ടിക്കും. നമ്മൾ ഈ മലയാളി പ്രേക്ഷകർ വളരെ എന്താ പറയാ കുറച്ച് ഈ ബിഗ് ബോസിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ പഴഞ്ചനാണ്, കുറച്ച് ബാക്കോട്ടാണ് നമ്മൾ. ഹിന്ദിക്കാരൊക്കെ ഫാർ ബെറ്റർ. മനസ്സിലായില്ലേ? നമ്മളെ മലയാളം ബിഗ് ബോസിന്റെ അകത്തുള്ള ഗെയിം എന്ന് പറഞ്ഞാല് കുൽസിതം ഗെയിമാ. എനിവേ എന്തായാലും ബിഗ് ബോസിനെ കുറിച്ച് നമ്മൾ കുറച്ചധികം സംസാരിച്ചു. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് എന്താണ് അശ്വത്തിന് പറയാനുള്ളത്? ആര് ജയിക്കും? ഇതിനെ ഇനി ബെറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? എന്ത് ടൈപ്പ് ആൾക്കാരെ കൊണ്ടുവന്ന് ബെറ്റർ ആക്കാൻ നമ്മൾ ഒന്നാമത് ഷോ മേക്കേഴ്സ് തന്നെയാണ് ഇതിന്റെ അകത്ത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ബാക്കി കണ്ടസ്റ്റൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന്റെ അകത്ത് ഒരു പരിധിയുണ്ട്. അപ്പൊ ഷോ മേക്കേഴ്സ് ഇത് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ബോധവും വെളിവുള്ള ആൾക്കാർ തന്നെ ഇരുന്നിട്ട് ചെയ്യുക. എന്നിട്ട് കൃത്യമായിട്ട് ഗെയിംസ് കൊണ്ടുപോകുക, കൃത്യമായിട്ട് ഇതിന്റെ അവതരണങ്ങൾ നടത്തുക. വീക്കെൻഡ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം അത് അടി കിട്ടണം എന്ന് തോന്നുന്ന സമയത്ത് അടിക്കണം. മനസ്സിലായില്ലേ? അപ്പോഴാണ് പ്രേക്ഷകർക്ക് രോമാഞ്ചം ഉണ്ടാവുള്ളൂ. ആ രോമാഞ്ചം ഉണ്ടാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രമേ ഈ ഷോ എന്താ പറയാ, ഇത് വളരെ ഫാൻ ബേസ് ഉള്ള ഒരു പരിപാടിയാണ്. മലയാളത്തിന്റെ അകത്ത് ഇത്രയും ഫാൻ ബേസ് ഉള്ള വേറൊരു റിയാലിറ്റി ഷോ മലയാളത്തിന്റെ അകത്തില്ല. അപ്പൊ ഇത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം തന്നെയാണ് മലയാളികളായിട്ടുള്ള നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്പൊ അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ മേക്കേഴ്സ് തന്നെ വിചാരിച്ചേ പറ്റുള്ളൂ. കിടിലനായിട്ടുള്ള കണ്ടസ്റ്റേഴ്സിനെ കൊണ്ടുവരിക. ഈ ഡേർട്ടി ഗെയിംസ് എങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും ലാലേട്ടൻ വന്നിട്ട് അടിച്ച് പൊളിച്ച് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു അവതാരകനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ലാലേട്ടന്റെ ഒരു എന്താ പറയാ ഒരു ഓറയൊക്കെ നമുക്ക് വെറുതെ ഇതിന്റെ അകത്തിരുന്ന് പറയേണ്ട കേസില്ലല്ലോ. മലയാളികൾ ഇത്ര കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പം ആ ഒരു ലെവലിൽ പോവുകയാണെങ്കിൽ നമുക്ക് കിടിലനായിട്ടുള്ള ഒരു ഷോ തന്നെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഹിന്ദി ആയിട്ടൊക്കെ ഇടപെടയ്ക്കാൻ പറ്റുന്ന. ഇനി ഈ വർഷത്തെ വിന്നർ ആരാന്നുള്ളത് നമുക്ക് ഒരു 4 ദിവസം കൂടിയേ ഉള്ളൂ. 4 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു പോഡ്കാസ്റ്റ് കൂടി ചെയ്യാം. പിന്നെ ഇപ്പൊ കേരള സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു. നല്ല സിനിമകൾക്കും നല്ല നടന്മാർക്കും ഒരു നടിക്കൊക്കെ നല്ല സിനിമകൾക്കാണ് ഇപ്രാവശ്യം കൊണ്ടുവരുന്ന മമ്മൂട്ടി ക്യാപ്റ്റൻസി എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഒരു സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ഈ ബാക്കി സ്റ്റേറ്റുകളുടെ സ്റ്റേറ്റ് അവാർഡ്സും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അവാർഡുകൾ, അതായത് നാഷണൽ അവാർഡുകൾക്കൊന്നും വലിയ കാര്യമില്ല. ഇതൊക്കെ പല ഗവൺമെന്റുകളുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി കാണുന്ന ഒരു അവാർഡുകൾ പോലെയാണല്ലോ കാണുന്നത്. ആ സമയത്താണ് നാഷണൽ അവാർഡ് ഉൾപ്പെടെ. അതെ അതെ, അതും കേരള എന്നിട്ടും ഈ അവാർഡിന്റെ കാര്യത്തില് വളരെ നിഷ്പക്ഷമായ കുറച്ച് അവാർഡുകൾ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയും കുറച്ച് വിവാദങ്ങളുണ്ട്. പക്ഷെ ഞാൻ കണ്ടതിൽ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു എതിർപ്പ് എന്താണെന്ന് വെച്ചാൽ വിജയരാഘവൻ അറ്റ്ലീസ്റ്റ് ഒരു ക്യാരക്ടർ റോളിന്റെ അവാർഡ് കൊടുക്കായിരുന്നു. ഒരു സ്പെഷ്യൽ ജൂറി മെൻഷൻ പോലും പുള്ളിക്ക് വന്നില്ല. അത് മാത്രമാണ് ഞാനത് കണ്ടൊരു എന്റെ പേഴ്സണലി വന്നൊരിത്. ബാക്കിയെല്ലാം തന്നെ എനിക്ക് അതിന് ഉണ്ണിക്കുട്ടിന് ഈ വർഷത്തെ അവാർഡുകൾ കിട്ടിയ എല്ലാരെയും മെയിൻ ആയിട്ടുള്ള അവാർഡ്സ് എങ്കിലും അറിയോ ഏതൊക്കെയാ കിട്ടിയത്? അറിയായിരുന്നു, കുറച്ചൊക്കെ മറന്നു. ഈ മമ്മൂട്ടിക്ക് മെയിൻ നടൻ, പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട നടൻ ആസിഫ് അലിക്ക് കിട്ടിയില്ല. സ്പെഷ്യൽ ജൂറി മെൻഷൻ മമ്മൂട്ടിയല്ലേ കിട്ടിയത്? മികച്ച പക്ഷെ എന്തോ അങ്ങനെ എന്തോ സ്പെഷ്യൽ ജൂറി മെൻഷൻ ഇതുണ്ടായിരുന്നു. പിന്നെ പലരും പല വർഷങ്ങളിൽ 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ആസിഫ് അലിയുടെ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആയിരുന്നു ഇതെന്ന് പറയാം. പക്ഷെ എന്നാൽ പോലും ഞാനത് മമ്മൂട്ടി കൊടുത്തതിൽ കുറ്റം പറയേണ്ടവർക്ക് അങ്ങോട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള മികച്ച നടൻ തന്നെ, പക്ഷെ മത്സരിച്ചത് മഹാനടനോടായി പോയി എന്നുള്ളൊരു പ്രശ്നമാണ്. അതിലിപ്പം കുറ്റം പറയാനില്ല, കാരണം നമുക്ക് കുറ്റം പറയാനല്ല. അതെ, അത് നല്ലൊരു കാര്യം. ബാക്കി സ്ഥലങ്ങളിൽ പറഞ്ഞ പോലെ അയാൾക്ക് കൊടുക്കായിരുന്നു എന്ന് പറയുന്ന ഒരു ഇത് ഇവിടെ വരുന്നില്ല. പിന്നെ അതിന്റെ ഒരു അതായത് മികച്ച സംവിധായകൻ നമ്മുടെ ഇത് ഈ പുള്ളി നമ്മുടെ ചിദംബരം, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്, അത് മലയാളത്തിലെ സമയത്ത് ഏറ്റവും പണമാരി പടമായിരുന്നു. അതിന്റെ അതെ അതെ അതെ. അപ്പം അതുപോലെ ഞാന് പടം കണ്ടില്ല, കാണണമെന്ന് വിചാരിക്കുന്നത്. അവാർഡ് കിട്ടിയപ്പോ ഒന്നുകൂടെ കാണണം തോന്നിയ ഒരു പടമാണ് പാരഡൈസ് എന്നൊരു പടം. അതിന്റെ ട്രെയിലറൊക്കെ കണ്ട് ഭയങ്കര പ്രോമിസിംഗ് ആയിരുന്നു. അതിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ കണ്ട് കിട്ടുമോ 2-3 അവാർഡ് അതിനും കിട്ടി. മറ്റേ റോഷൻ മാത്യു, പിന്നെ ഇവിടെ ദർശന വിജയന്റെ ഒരു പടം ഉണ്ട്, അതെന്തായാലും കാണാൻ പറ്റുന്ന ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ പടം. അതിൽ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അതൊന്നും കാണണമെന്ന് വിചാരിക്കുന്ന പടങ്ങളാണ്.
അതിന്റെയും ട്രെയിലറും 2-3 സീനൊക്കെ കണ്ടേലും പിന്നെ പണിയിലുള്ള ആ 2 ആക്ടേഴ്സിനെ മറ്റേ അവർക്കൊരു അവരെ മെൻഷൻ ചെയ്ത് പ്രകാശ് രാജ് പറയുന്ന ഞാൻ വീഡിയോ കണ്ടായിരുന്നു. വൻ അഭിനയം. പക്ഷെ ഞാൻ ആ പടം കണ്ടില്ല കേട്ടോ. പടം ആരെങ്കിലും കണ്ടോ? ഞാൻ അതിന്റെ ഫുൾ സീനെ കണ്ടു. ഫുൾ പടമായിട്ട് കണ്ടില്ല. പക്ഷെ ഫുൾ പടമായിട്ട് കാണാൻ മടി. സീനൊക്കെ കണ്ടു പണി എന്ന് പറഞ്ഞ സിനിമയാണ്. എന്തോ ഒരു വീഡിയോയിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അശ്വത്. പണി ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ലൊരു കൊമേഴ്ഷ്യൽ മൂവി. അതിന്റെ അകത്ത് അവരുടെ മറ്റേ പയ്യന്മാരുടെ അഭിനയം സാഗറും മറ്റേ എന്റെ വീഡിയോയിലാണോ? ചെറുത് സ്ലോ ആയി. അതെ അതെ അതെ. ഇപ്പൊ ശരി. പിന്നെ ഇതിന്റെ മെയിൻ ഒരു ഇത് പ്രകാശ് രാജ് ആയിരുന്നു മെയിൻ ജൂറി ചെയർമാൻ. അതുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റി പുള്ളി ഈ സോഷ്യൽ ഇഷ്യൂസിനൊക്കെ എതിരെ പറയുന്നതൊക്കെയാണ്. ഒരുപാട് വലിയൊരു ബിജെപിനെ എതിർക്കുന്ന ഒരാളാണ്. അതിന്റെ ഒരു ഇതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ബാലതാരത്തിനുള്ള അവാർഡ് അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് അഗെയിൻ എന്താ പറയാ, ഇതൊരു പൊളിറ്റിക്കലി ബയാസ്ഡ് ആയിട്ടുള്ള അവാർഡ് തന്നെയാണോ? അവാർഡ് ആണോ അവർക്ക് നോക്കുമ്പോ ഇതൊരു ബയാസ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. അതായത് വൺ സൈഡ് മാത്രമാണോ ബയാസ്? അല്ല, അതിന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ബാലതാരത്തിന് അവാർഡ് എന്തോ കൊടുത്തില്ല. അത് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടങ്ങാണ്ടാണ് ആക്കിയത്. അപ്പൊ മാളികപ്പുറം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പെങ്കൊച്ച് ആണ് തമ്മിൽ. മാളികപ്പുറം ഏത് വർഷത്തെ പടാ? 2024 കണ്ടിറങ്ങിയ പടല്ലേ? 24 ആണോ 23? എപ്പോഴിറങ്ങി? മാളികപ്പുറം ഇറങ്ങിയിട്ട് കുറെ കാലായില്ലേ? ഇല്ലാന്ന് തോന്നുന്നു. അത് അതിന്റെ വിവാദമല്ലല്ലോടാ. കഴിഞ്ഞ വർഷം കണ്ട് ആ വിവാദം ഉണ്ടായില്ലേ? അല്ല, ഈ വർഷം ബാലതാരത്തിന്റെ എന്തോ ഒരു ഇഷ്യൂ ഞാൻ കണ്ടായിരുന്നു. അവാർഡ് കൊടുത്തില്ല. അപ്പൊ മാളികപ്പുറം ഒന്നുമല്ല. മാളികപ്പുറം ഇതിന്റെ മുമ്പത്തെ വർഷം അവാർഡ് കൊടുത്തില്ല. കുട്ടികളുടെ ഒരു പടം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. കുട്ടികളുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ കൊച്ച് ഇതിനെതിരെ പറഞ്ഞു എന്നാണ് സംഭവം. അറിയാത്ത കാര്യത്തിന്റെ അകത്ത് ഞാൻ കമന്റ് പറയുന്നില്ല. വെറുതെ വെള്ളിത്തരം പറയുന്നതിനേക്കാളും ഭേദം മിണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്ത് നമ്മൾ അടുത്ത വെള്ളം ചേർക്കാതെ ദാറ്റ്സ് ദ ഹോൾ ഡീൽ. അതെ. അപ്പൊ അതിന്റെ അകത്തൊരു വിവാദം വന്നു. അങ്ങനെ അതായത് ചൈൽഡ് ആക്ടേഴ്സിന് ആർക്കും കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒരു വിവാദം വന്നു. കാരണം ആരും അതിനുവേണ്ടി നല്ല ആ കൊച്ചു ജൂറിനെ വിമർശിച്ചു എന്നുള്ളൊരു ന്യൂസാണ് ഞാൻ കണ്ടത്. അത് അങ്ങനെ പറഞ്ഞായിരുന്നു. അതെ ഞാനും കണ്ടായിരുന്നു. പക്ഷെ അതായത് കുട്ടികളുടെ സിനിമ എന്തോ കൺസിഡർ ചെയ്തില്ലാന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവം ഞാനും കണ്ടായിരുന്നു. പക്ഷെ പെറിഫറിയിലാണ് അത്. അതാണ് ഒരു വിവാദം ഉണ്ടായത്. മറുവാദം എന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒരു അവാർഡ് അവിടെ ഉള്ളപ്പം ഉള്ളതിൽ കൂട്ടത്തിൽ ഭേദമുള്ളവർക്ക് കൊടുക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം മാളികപ്പുറം സമയത്ത് ഒരു ഹോൾ പിക്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് അവാർഡ് കിട്ടിയത് എന്നുള്ള കൈൻഡ് ഓഫ് ഫീലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? അതെ, ഇതൊരു തിയേറ്റർ ആണ് ബേസിക്കലി. നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യമാണല്ലോ എല്ലാവരും. നമ്മളത് വേറൊരു കണ്ണോട് കൂടി നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ഇതും ബയാസ്ഡ് ആണോ എന്ന് വേണേ നമുക്ക് പറയാം. കണ്ണിലൂടെ ഇതിൽ വേറൊരു ശരിക്കും നോക്കണം. ശരിയും തെറ്റൊന്നും ഇല്ല അല്ലേ? എന്ത് ശരിയും തെറ്റും. 2024 മലയാളം സിനിമയും എല്ലാം തന്നെ കുറച്ചുകൂടെ നല്ലതായിരുന്നു കമ്പാരിറ്റീവ്ലി. പിന്നെ തീർച്ചയായിട്ടും മലയാളം സിനിമ ഫ്ലറിഷ് ചെയ്തൊരു വർഷമായിരുന്നു 2024. അതുകൊണ്ട് നല്ല പടങ്ങള് നല്ല പടങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ ഏത് പടത്തിന് അവാർഡ് കൊടുത്താലും ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ആർഗ്യുമെന്റ് ആണ് അവിടെ നടക്കുന്നുണ്ടാവുമായിരുന്നുള്ളൂ. ഡയസറെ കണ്ടു. നമ്മള് കഴിഞ്ഞ ആഴ്ച പോഡ്കാസ്റ്റിലും ഉണ്ടായിരുന്നു. നമ്മളതിന്റെ ചെറിയ റിവ്യൂ ഉണ്ടായിരുന്നു. നീ കണ്ടില്ലേ? ഞാൻ കണ്ടേ. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് അമേസിംഗ് എക്സ്പീരിയൻസ് ആണ്. ഈ ഷോ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു പുള്ളിയുടെ ഇത് വേണം അങ്ങനത്തെ സീനൊന്നും ഇല്ല കേട്ടോ. ഇതിനല്ലോ ഹൈ റിച്ച് വീട്, റിച്ച് വീട് അതിന്റെ ഉള്ളിൽ പ്രേതത്തിന് ഉണ്ടാക്കിയേക്കുക മനസ്സിലല്ലേ? അതായത് നമ്മളൊരു സ്റ്റീരിയോ ടൈപ്പിലുള്ള ഒരു പ്രേതപ്പടം കാണുന്ന സമയത്ത് ഒരു മന കുറെ കാട് ഇരുട് മനസ്സിലല്ലേ? അത് പുള്ളിയുടെ മറ്റേ ഭൂതകാലം കണ്ടപ്പോ തന്നെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പുള്ളി ഒരു സാധാ വീട്ടില് പ്രേതത്തിനെ അങ്ങ്
അതിലത്തെ അതെ ഓരോ സീനും അത്രയും വാല്യുബിൾ ആയിട്ട് എനിക്ക് തോന്നിയതാണ്. അതും മണ്ടേനിന്ന് അങ്ങ് മാക്സിമം ഭയങ്കര ഊറ്റിയെടുക്കാണ്. അതെ ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ട് പടം അങ്ങ് വെച്ചുകൊടുക്കുക ക്ലോസപ്പ് ഒക്കെ അഭിനയിച്ചോന്നൊക്കെ ആ രീതിയാണ് അത്. ഉം. പ്രണവ് മോഹൻലാൽ അത്യാവശ്യം നല്ല മെനക്ക് അഭിനയിച്ചിട്ടുള്ള പറയിപ്പിച്ചതേ ഇല്ല. ഇല്ല 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 ഇല്ല. ഒരു കിടിലെ സീനൊക്കെ ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ. അത് പ്രണവിന്റെ ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കിസ്സിംഗ് സീൻ എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഞാൻ ഉള്ളൂ. വേറൊരു കണ്ടത് പ്രണവ് മോഹൻലാൽ റിലവൻസ് ഇല്ല. വേറൊരു കണ്ട് പ്രണവ് മോഹൻലാൽ ഹാട്രിക് 50 കോടിയായി. അവസാനം അഭിനയിച്ച 3 പടവും 50 കോടിക്ക് മുകളിൽ കയറി. ഇതിന്റെ മുമ്പത്തെ പടം അറബിക്കടലോ? അല്ല ഇതിനു മുമ്പ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം. അതിനു മുമ്പ് ഹൃദയം. ഇത് 3 50 കോടിക്ക് മുകളിൽ കയറി. ഓ ഐ സി. ആൾക്ക് അത്യാവശ്യം അഭിനയിക്കാൻ അറിയാം. ആ കിട്ടേണ്ട ആൾക്കാരുടെ അടുത്ത് കിട്ടണം. അതാണ് ഇതിന്റെ കേസ്. മനസ്സിലായില്ലേ? പണി അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പണി അറിയാവുന്ന ആളടുത്ത് കിട്ടണം. മനസ്സിലായില്ലേ? അല്ലാണ്ട് പുള്ളിക്കിത് സ്വന്തമായിട്ട് ഇതൊന്നും എടുക്കാനുള്ള കഴിവില്ല. എന്നോട് അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ ആയിരിക്കും അത്. പക്ഷെ അതുപോലത്തെ ആക്ടേഴ്സ് മലയാളത്തിലുണ്ട് താനും. അപ്പം ഇനി അങ്ങോട്ട് നല്ല പടങ്ങൾ കാണാൻ പറ്റും. ഒബ്വിയസ്ലി നമ്മള് പ്രണവിന്റെ പീക്കൊന്നും നമ്മൾ കണ്ടില്ല. ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. അതെ 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 അതെ. ഇതിനകത്തുള്ള ബാക്കി കോ ആർട്ടിസ്റ്റുകളും ഗംഭീര പെർഫോമൻസ് ആയിരുന്നുണ്ട്. ആ ലേഡി, പിന്നെ ആ പയ്യൻ, ഒരു ചെറിയ പയ്യനല്ലേ, ഒരു സ്കെൽട്ടൻ പയ്യൻ, ഇതിന്റെ മുകളിൽ വീഴുന്ന ആ പുള്ളിയൊക്കെ സൈക്ക് കിടിലും. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇത്. ഇനി ഇത് OTT-യിലൊക്കെ വന്നു കഴിയുമ്പോ ആൾക്കാർ കണ്ടത് ഇതെന്ത് പ്രേത സിനിമ എന്നൊക്കെ പറയുന്ന ടീം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഇതാണ് അവന്മാര് ഇരുന്ന് തള്ളിയതെന്നൊക്കെ. അല്ല, ഈ ഡയറക്ടറിനെ പറ്റി അധികം പറയണ്ട. അധികം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ വല്ല സ്പോയിലറൊക്കെ വിളിച്ചു പറയും. പറയാൻ തോന്നുന്നു. ഇനിയിപ്പോ നമ്മള് അതിലോട്ട് പറയണ്ട. നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്താണ് സിമ്പിൾ ആയിട്ട്. പിന്നെ ഇനി നമ്മുടെ ഒരു ഹൈലൈറ്റ് ഇവന്റ്, മറ്റൊരു ബിഗ് ഇവന്റ് നടന്നു. നമ്മളെ ഇന്ത്യൻ വുമൺ ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് അടിച്ചിരിക്കുന്നു ഗായ്സ്. ഇന്ന് ടീഷർട്ട് ഇടാൻ ഈ സൈസിൽ കിട്ടിയില്ല, ഇല്ലെങ്കിൽ ഇട്ട് വന്നേനെ. ടീഷർട്ട് പൂച്ചായിരുന്നു അല്ലേ? 2023 മെൻസ് ഫൈനലിലെത്തി ഓസ്ട്രേലിയയോട് തോറ്റുപോയി. അന്നേരം കൈവിട്ടതാണ് വേൾഡ് കപ്പ്. അത് വുമൻസ് ഇന്ത്യ കൈവിട്ടതാണ് വേൾഡ് കപ്പ്. മെൻസ് 2 പ്രാവശ്യം വുമൻസിന്റെ വേൾഡ് കപ്പ് ഇതുവരെ ഇന്ത്യക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതും ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ മെൻസിന്റെ ടീം പോലെ അത്രയും സ്ട്രോങ് ടീം അല്ല. അതായത് കമ്പാരിറ്റീവ്ലി ഇന്ത്യ മെൻസിന്റെ കാര്യത്തിൽ ഡോമിനേറ്റിംഗ് ടീം ആണെങ്കിലും സ്റ്റാർ ടീമല്ലേ. സ്റ്റാർ ടീമായ ഓസ്ട്രേലിയനെയൊക്കെ സെമി ഫൈനലില് ജെർമി റോഡ്രിഗസ് പുള്ളിക്കാരിയാൻ തോന്നുന്നു സെഞ്ചുറി ഒക്കെ അടിച്ച് തോപ്പിക്കുക അങ്ങോട്ട് ചെയ്തു. ടൈറ്റ് മാച്ചുകളായിരുന്നു. അതുപോലെ ഫൈനലില് ഷെഫാലി പുള്ളിക്കാരി കണ്ടായിരുന്നു. ഞാൻ ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടായിരുന്നു. ഷെഫാലി വർമ്മയോ? അതെ, ശർമ്മയല്ലേ? അപ്പൊ പുള്ളിക്കാരി സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ പ്രശ്നമാണ്. സോറി. മറ്റേ ബാറ്റിങ്ങും ബോളിങ്ങും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടാണ് ചെയ്തത്. അതുപോലെ പുള്ളിക്കാരുടെ പേര് ഞാൻ പറഞ്ഞു, മറ്റേ പ്ലെയർ ഓഫ് ദ ദീപ്തി ശർമ്മ. അതാണ് ദീപ്തി ശർമ്മ. പുള്ളിക്കാരിയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയത്. അങ്ങനെ മൊത്തത്തില് ഒരു മലയാളി പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾ ആസ് ക്രിക്കറ്റ് ഫാൻസ് ഇത് ഹൗ ഡു യു സീ ദിസ്? നിങ്ങളിപ്പോ വർഷങ്ങളായിട്ട് നിങ്ങള് 2007 വേൾഡ് കപ്പ് ഇന്ത്യയില് 2007 T20 വേൾഡ് കപ്പിന് ശേഷം ലുക്കായാലും കേരളം ഇന്ത്യയില് ക്രിക്കറ്റ് ഒരു ബൂമായി. അത് ഇപ്പോഴും ഉണ്ട്. അതിൽ വലിയ മാറ്റം സംഭവിക്കാനുമില്ല. ഇത് പക്ഷെ വുമൻസിന്റെ സൈഡില് ക്രിക്കറ്റ് ഇത്രയും നല്ലൊരു ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്ന സ്പോർട്ടായി എങ്കിലും വുമൻസിന്റെ ക്രിക്കറ്റ് ഇന്ത്യയിൽ തീരില്ലായിരുന്നു. വുമൻസിനെ കുറിച്ച് കേൾക്കാറില്ല. ആകെ നമ്മൾ കേൾക്കുന്നത് മറ്റേ സ്മൃതി മന്ദാനനെ കാണാൻ ഭയങ്കര ലുക്ക് ആയതുകൊണ്ട്. പക്ഷെ പുള്ളിക്കാരി സീൻ കളിയാണ് കേട്ടോ. പുള്ളിക്കാരി ടൂർണമെന്റിൽ 2 റൺസ് അടിക്കും. ഭയങ്കര കളിയാട്ടോ. അത് മാത്രമാണ് ശരിക്കും വുമൻസ് ക്രിക്കറ്റിന്റെ ഇതൊക്കെ കയറി വന്നത്. ഞാൻ തന്നെ വുമൻസ് ക്രിക്കറ്റ് കണ്ടത് പുള്ളിക്കാരനെ കാണാൻ വേണ്ടിയൊക്കെയാണ്. ആ സമയത്ത് ഇന്ത്യയുടെ ഒരു വേറൊരു പുള്ളിക്കാരും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത പേര് ഞാൻ മറന്നു. ഇപ്പൊ ഓർമ്മ ഉണ്ടോ? ക്യാപ്റ്റൻ ആ സമയത്ത് വായിന്റെ തുമ്പത്തുണ്ട് അവരുടെ പേര്.
മിടുക്കൻ പ്ലെയർ ആട്ടോ. ഷോ കളി കാണാൻ തന്നെ രസമായിരുന്നു. മിത്താലി രാജ അല്ലേ? സീമുകളായിരുന്നു. മിത്താലി രാജല്ല, എന്തായാലും മിത്താലി എന്തോ മിത്താലിയാണ്. മോശക്കാരെ കേട്ട് കഴിഞ്ഞാൽ മോശം. മിത്താലി എന്തോ മിത്താലി എന്നൊക്കെ പുള്ളിക്കാരിയും ആർക്കെങ്കിലും പേരറിയെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. അതെ, ഞാൻ ആദ്യം ലുക്ക് കൊണ്ടാണ് കളി കാണാൻ തുടങ്ങിയെങ്കിലും സീൻ കളിയാണ്. ഇപ്പം നല്ല ഫോമിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. റെക്കോർഡൊക്കെ എത്ര ഏറ്റവും സെഞ്ചുറി അടിച്ച റെക്കോർഡൊക്കെ കണ്ട് പുള്ളിക്കാട് വല്ല കണ്ടേ വേൾഡ് കപ്പിലും. അങ്ങനെ ഇന്ത്യന്റെ ടീമിനെ കൊണ്ടുപോയ ഒരു പ്ലെയർ അല്ലേ? ഒരു സമയത്ത് ഇതേപോലെ നമ്മളെ ഇവരും ഒരു ബോളർ ഉണ്ട്, ഫാസ്റ്റ് ബോളർ. അവരുടെ പേര് ജൂഹിയോ അല്ല, എന്തോ ജുറൽ അല്ല, പേരൊക്കെ നമ്മള് കണ്ട. ഇതാണ് ഇതിന്റെ കേസ്, മനസ്സിലായില്ലേ? നമ്മളെ ഹാർഡ് കോർ ക്രിക്കറ്റ് ഫാൻസ് ആയിട്ട് നമുക്ക് പോലും ഇതിന്റെ പേരൊന്നും ഓർമ്മയില്ല. അത്ര അതാണ് അതിന്റെ അല്ലേ? ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ പ്ലേയേഴ്സിനെ നമുക്ക് പിന്നെ അറിയാലോ. അതെ, ഈ വേൾഡ് കപ്പിന് ശേഷം ഈ വുമൻസിന്റെ പിന്നെ സ്ത്രീകളുടെ ക്രിക്കറ്റ് വളരെ ഒന്ന് മുമ്പോട്ട് പോകട്ടെ. പെണ്ണുങ്ങൾ ഒരുപാട് പേര് കടന്നു വരട്ടെ. അതില് റെക്കഗ്നേഷൻ കിട്ടും കുറെ പേർക്ക് ഇതിന്റെ ഈ ഒരു കരിയർ ഫോളോ ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു പുഷ് കിട്ടും, ഒരു ഇൻസ്പിറേഷൻ. നമ്മുടെ ലോകത്ത് ഓൾറെഡി ക്രിക്കറ്റ് ഇന്ത്യയില് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ്. അതിന്റെ അകത്ത് മെൻസ് ക്രിക്കറ്റ് ആണ് ഓൾറെഡി ഉള്ളത്. അതിന്റെ അകത്ത് ഫീമെയിൽസിനും കൂടി, അതായത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതും കൂടിയിരുന്നു. ഞാൻ നോക്കിയ സമയത്ത് ഹോട്ട്സ്റ്റാറിൽ 14 കോടി 15 കോടി ആൾക്കാരൊക്കെയാണ് ലൈവ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറയാ, അത് ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് അല്ലല്ലോ. എനിക്ക് തോന്നുന്നു അത് ഹ്യൂജ് ജമ്പാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഫൈനൽ നോക്കിയ സമയത്ത് അത്രയും പേര് ലൈവ് കണ്ടോണ്ടിരിക്കുക. അതെ, ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു രാജ്യത്ത് വുമൻസിന്റെ ക്രിക്കറ്റിന് ഇത്രയും അത്ര സിഗ്നിഫിക്കന്റ് അല്ലായിരുന്ന ഒരു സ്ഥലമാണല്ലോ. അത് ശരിക്കും ഭയങ്കര ഒരു ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നമ്മൾ. ഇനി ഫ്യൂച്ചറിൽ അത് ഒരു നല്ലൊരു ഫാൻ ബേസ് ഉള്ള, ഇപ്പൊ തന്നെ ഇത്ര ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ എന്തായിരിക്കും? ആകെ ഇന്ത്യയിൽ പകുതി ആൾക്കാർക്ക് നെറ്റ് ഉള്ളൂ, എന്നിട്ട് ഇത്ര ആൾക്കാർ കാണും. ഇനി ബാക്കിയുള്ളവർ കൂടി എല്ലാവർക്കും നെറ്റ് കിട്ടിയാലുള്ള അവസ്ഥ. എല്ലാരും സ്പോർട്സ് അങ്ങനെ ജെൻഡർ വെച്ച് മാറ്റേണ്ട ഒരു സാധനം അല്ല. നല്ലൊരു കാര്യം നമ്മള് ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം. അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മോട്ടിവേഷൻ തരുന്നുണ്ട്. എല്ലാവരും ജീവിതത്തിലോട്ടാണല്ലോ. എന്തായാലും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വരട്ടെ. ഇന്ത്യൻ ടീം ഇനിയും ഉയരങ്ങളിൽ എത്താനുള്ള കാലിബറുള്ള ടീമാണ് നമ്മളത്. ആൾക്കാർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. കൂടുതൽ ശ്രദ്ധ കിട്ടട്ടെ, കൂടുതൽ ആൾക്കാർ ടീമിലേക്ക് എത്തിപ്പെടട്ടെ, കൂടുതൽ ആൾക്കാർക്ക് ഇതിന്റെ അകത്തുനിന്ന്, ഈ വിജയത്തിന്റെ അകത്തുനിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. വുമൺസ് IPL ഇന്ത്യക്കാരെ കണ്ടിട്ട് ബാക്കിയുള്ള കൺട്രീസിലത്തെ സ്ത്രീകളും ഇതിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്ത്യക്കാർ ഇത് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പാകിസ്ഥാനിൽ നിന്നൊന്നും നമ്മള് ഫേമസ് പ്ലേയേഴ്സിനൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം? കുറച്ച് പ്ലേയേഴ്സിന് അറിയാം. ഇംഗ്ലണ്ടിന്റെ നമ്മളെ വിക്കറ്റ് കീപ്പർ ഇല്ലേ, സാറാ ടൈലർ അല്ലേ? പേര് മാത്രം പണ്ട് മറന്നിട്ടില്ല. സാറാ ടൈലർ എങ്ങനെയാ മറക്കാൻ പറ്റുക? അതുപോലെ എലീസെ പെറി അവരെ മറക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് അങ്ങനെ എന്താ പറയാ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്ത പ്ലേയേഴ്സിനെ മാത്രമേ നമ്മൾ ഓർത്തിരിക്കുന്നുള്ളൂ വിമൻസ് ക്രിക്കറ്റിന്റെ അകത്ത്, മനസ്സിലായില്ലേ? പക്ഷെ ആ ഒരു അവസ്ഥേന്റെ അകത്തുനിന്ന് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെങ്കിലും ഈ വിജയം കൊണ്ട് എത്തിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. എനിവേ, നമ്മളിപ്പോ ഈ വേൾഡിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഒരു വേറെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഭയങ്കര ഒരു നമ്മളെ ടെറിഫൈ ചെയ്യുന്ന പോലത്തെ ഒരു ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഡാനില്. അവിടെ ഒരു സിവിൽ വാർ റേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കുറെ ജെനസൈഡ് ഈക്വലന്റ് ആയിട്ടുള്ള കുറച്ച് കണ്ണട നല്ലതാ. പക്ഷെ ഇത് ഒരു നമ്മള് ലൈറ്റ്ലി എടുക്കേണ്ട ഒരു ടോപ്പിക് അല്ല. ഇതൊരു പ്രേക്ഷകർക്ക് നമ്മളറിയാലോ. പിന്നെ അൽ ജസീറയിലൊക്കെ ജനോസൈഡ് തന്നെയാണ് വിളിക്കണേ. അതായത് പലസ്തീനിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, ഇതൊരു ജനസൈഡ് ആയിട്ടാണ് കാണുന്നത്.
അനാമയാണ്. ഒരേ കാര്യങ്ങള് രണ്ട് സ്ഥലത്ത് നടക്കുമ്പോൾ ലോകത്തിന്റെ റിയാക്ഷൻ ഫോക്കസ് എവിടെയാണ്? അതെ, ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ ഈ ഡിസ്പാരിറ്റി നമ്മൾ യമനിൽ നടന്നപ്പോഴും കണ്ടിരുന്നു. യമനില് 2014 തൊട്ടിട്ട് വേൾഡ്സ് വേഴ്സ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് കുട്ടികളും വലിയൊരു സ്റ്റാർവേഷൻ കൊണ്ട് മരിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലും നമ്മൾ ഗാസയിലത്തെയും പലസ്തീനത്തെ ഇഷ്യൂ ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി ഹൈലൈറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടാവുക. ചെറിയൊരു ഹിസ്റ്ററി എന്ന് പെട്ടെന്ന് പറയും, അതായത് എന്താ സംഭവിക്കുന്നതെന്ന്. സോ ബേസിക്കലി 2019 ഈ കോൺഫ്ലിക്റ്റിന്റെ തുടക്കം വരുന്നത്. അവിടുത്തെ ഗവൺമെന്റിനെ മാറ്റി, അവിടുത്തെ ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്തു അവിടുത്തെ മിലിറ്ററി 2019. അപ്പം മിലിറ്ററി കൂ ആണ് സംഭവിച്ചത്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇത് രണ്ട് ഫാക്ഷൻ ആയിട്ട് സ്പ്ലിറ്റ് ആയി. ഒന്ന് ഉള്ളത് അവിടുത്തെ ടെറിട്ടോറിയൽ ആർമി പോലത്തെ ഒരു, പിന്നെ RSF എന്ന് പറഞ്ഞ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ്. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ നമ്മള് പറയൂലേ, ഒരു പാരാമിലിറ്ററി, മറ്റേത് ആർമി വേറെ, അങ്ങനെ CRPF അങ്ങനെയൊക്കെ പറയില്ലേ. അങ്ങനത്തെ രണ്ട് ഫാക്ഷൻസിന്റെ ജനറലുകൾ തമ്മിലാണ് പ്രശ്നം. പക്ഷെ ഇതിൽ കുറച്ച് ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്. ഇവരെ ബാക്ക് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ബേസിക്കലി ഇത് ഈ UAEയും പിന്നെ അങ്ങനത്തെ കുറച്ച് കൺട്രീസ് ഒക്കെ ഈ RSFനെ ബേസിക്കലി സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോ പെർപെട്രേറ്റ് ചെയ്ത ഈ ജനോസൈഡ് ഒക്കെ പെർപെട്രേറ്റ് ചെയ്തു എന്ന് പറയുന്ന ഈ RSFനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കുറച്ച് ഗൾഫ് സ്റ്റേറ്റ്സ് ഒക്കെ, എസ്പെഷ്യലി UAE ആണ് ചെയ്തത്. കണ്ടു കഴിയുമ്പോ എനിക്ക് തോന്നുന്നത് ഈ സുഡാനിൽ ഒരുപാട് ഗോൾഡ് റിസർവും ഉള്ളൊരു എക്സാക്ട്ലി. അതുപോലെ പക്ഷെ ഇപ്പൊ UAEയുടെ സപ്പോർട്ട് പിൻവലിച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. UAEയുടെ സപ്പോർട്ട് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഓൾറെഡി ഇത് ആക്ച്വലി ഒരു അറബ് സുപ്രമിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഈ RSF എന്ന് പറയുന്നത്. അതായത് അറബ് വംശീയത, അതാണ് അവര് ബേസിക്കലി മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ഐഡിയോളജി. പക്ഷെ അവിടുത്തെ സുഡാൻ ആം ഫോഴ്സസ് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവര് ആണ് ഈ നമ്മുടെ അറബ് സ്പ്രിംഗ് ഒക്കെ ഉണ്ടായതും ഈജിപ്തില് പ്രശ്നം ഉണ്ടായതും. അവരൊക്കെ ഇവിടെ ഇപ്പൊ മിക്ക അറബ് സ്റ്റേറ്റ്സിലും ബാൻഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ ഈ ഹമാസ് ഒക്കെ ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു വിങ് ആണ് ബേസിക്കലി. അതും ഇവരുടെ ഇൻഫ്ലുവൻസസ് ഒക്കെ വരുന്നത് കുറെയൊക്കെ ഇറാന്റെ ഇൻഫ്ലുവൻസസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ UAE പോലത്തെ സ്റ്റേറ്റ് ഒക്കെ അവിടെ ഇൻവോൾവ് ആയത്. ഇപ്പൊ ഗോൾഡിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഏതെങ്കിലും ഒരു എന്തായാലും സുഡാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും. എക്സ്പ്ലോയിറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ. അവരുടെ റിച്ച് ആയിട്ടുള്ള ഈ പറഞ്ഞ റിസർവ്സ് തന്നെയാണ്, ഓയിൽ റിസർവ്സ്. അതെ. അവരുടെ ട്രഷേഴ്സ് തന്നെ അവർക്കൊരു വിനായിട്ട് വന്നേക്കാണ് ബേസിക്കലി. പിന്നെ അതിനകത്ത് ഒരു അബു ലുലു എന്നൊക്കെ പറഞ്ഞ ഒരു പുള്ളിയാണ്ടാണ് ഇപ്പോ ഭയങ്കരമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ കണ്ടൊരു പുള്ളിയുണ്ട്. പുള്ളി RSFന്റെ ഒരു ലീഡറാണ്. പുള്ളി കുറെ പേരെയൊക്കെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന വീഡിയോസ് ഒക്കെ സർക്കുലേറ്റ് ചെയ്തു. അൺസെൻസേർഡ് ആയിട്ടുള്ള വീഡിയോസ് കുറെ ഇത് നടന്നു. പിന്നെ ഈ RSF ഒരു നാടകീയമായിട്ട് പുള്ളിനെ ജയിലിലാക്കണ ഒരു നാടകമൊക്കെ കളിച്ചു. പിന്നെ ഇതൊക്കെ നടക്കുന്ന സമയത്ത് കുറെ ഇപ്പൊ അൽ ജസീറ എന്നൊക്കെ പറയുന്നത് ഖത്തർ ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. ഖത്തറിന്റെ ഒരു ഗവൺമെന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവരും ഖത്തറും UAEയും സൗദിയൊക്കെ തമ്മിൽ ബേസിക്കലി ഒരു കോൺഫ്ലിക്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും പറയുന്നില്ല എന്നുള്ളൂ പുറമെ. ഇപ്പൊ ഒരു ഖത്തർ സൗദിയും കൂടിയിട്ട് ഒരു ബ്ലോക്കേഡ് തന്നെ ചെയ്തിട്ടുണ്ടായി. അതായത് ഗുഡ്സും ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റാത്ത പോലെ. കാരണം ഖത്തർ ടെററിസ്റ്റിനെ ഹോസ്റ്റ് ചെയ്യുന്നത്, താലിബാനായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹമാസിന്റെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റീസെന്റ് ഹമാസിനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത് ഖത്തറിലാണ്. അതായത് ഇവരെ ഹോസ്റ്റ് ചെയ്യരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഷോ ഓഫ് ഫോഴ്സ് കാണിച്ച. ഇതൊന്നും ശരിയല്ല. എല്ലാരും ചെയ്യണ തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മളെല്ലാ പെർസ്പെക്റ്റീവ് വേണ്ടി പറയുന്നുള്ളൂ. അപ്പൊ ഏപ്രിൽ 2023 ഇത് ഒരു സിവിൽ വാറിലേക്ക് എന്ന രീതിയിലേക്ക് മാറിയത്. ബേസിക്കലി ഇതിന്റെ സേഫ് സുഡാന ഫോഴ്സസ് ലീഡ് ചെയ്യുന്ന ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ എന്ന് പറഞ്ഞ പുള്ളി, പിന്നെ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസിനെ ലീഡ് ചെയ്യുന്നത്, എനിക്ക് ഇതൊക്കെ പറയുമ്പോ എനിക്ക് മറ്റെന്താണ് ഒരു സിനിമയിൽ ഇങ്ങനെ റിയൽ ഫൈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ്
ഞങ്ങൾ റിയൽ ഇത് ഫൈറ്റേഴ്സിനോടോ ശരിക്കും പറഞ്ഞാ കാണുമ്പോ കോമഡി ആണെങ്കിലും ആൾക്കാർ മരിച്ചു വീഴുകയാണ്. സ്ത്രീകള് അതെ 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 അതെ. അപ്പൊ സ്ത്രീകള് ഒരു നമുക്ക് ജനറൽ എടുത്ത് മുഹമ്മദ് പറയുമ്പോ കോമഡി. ഹംദാൻ ദൊഗാലോ, നമുക്കിത് നമുക്കിത് ദൂരെ നടക്കുന്നോണ്ടാണ് ഈ പ്രോബ്ലം. ഇതൊക്കെ നമ്മുടെ അവിടെ സംഭവിക്കാന്നുള്ളൂ. പിന്നെ നമുക്കൊക്കെ എനിക്ക് തോന്നുന്നത് വേറൊരു സാധനം, ഈ പൊതുവെ ആൾക്കാരുടെ ഉള്ളിൽ ഒരു മെന്റാലിറ്റി ഉണ്ട്. ആഫ്രിക്കയിലല്ലേ നടക്കട്ടെ അതെ എന്നൊരു മെന്റാലിറ്റി എല്ലാവരുടെയും ഉണ്ടെന്നുള്ളത് പണ്ട് തൊട്ടേ പാവങ്ങള് അവിടെയാണ് മനുഷ്യർ ഉണ്ടായെന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഇത്രയും അടിപൊളി റിസർവ്സ് ഒക്കെ ഉണ്ടാകുന്നത്. കാരണം ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണും ഏറ്റവും ഭൂമിയുടെ ബെസ്റ്റ് പ്ലേസ് ലൈഫ് ഫോം പിന്നെ അത് മാത്രല്ല, ഇതൊരു ഐഡിയോളജിയുടെ പ്രശ്നം വരുമ്പോ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിള് ഇതേ ഐഡിയോളജി ഉള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൂടെ? ഇപ്പൊ യൂറോപ്പില് ഉണ്ടായിക്കൂടെ? പല സ്ഥലത്ത് ഉണ്ടായിക്കൂടെ? അപ്പൊ ഐഡിയോളജി ഇറ്റ് സെൽഫ് ഇസ് എ പ്രോബ്ലം. പോരാത്തതിന് ഈ റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള ഇൻഫൈറ്റിങ്ങും ഇതൊക്കെ ഈസിലി ഇപ്പൊ നമ്മുടെ നാട്ടില് കുറച്ചും കൂടി അത് റിഫൈൻഡ് ആയിട്ട് അതൊരു പൊളിറ്റിക്കൽ സ്ഫിയറിൽ കൊണ്ട് ചെയ്യണമെന്നുള്ളൂ ഈ റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ്. ഇത് നമ്മുടെ അവിടെ ഡെമോക്രസിയും പിന്നെ നമ്മളൊക്കെ ഈ റൂൾ ഓഫ് ലോ പാലിക്കുകയാണ് എന്ന് പറയണു. ഒരു കൊല്ലാണ്ട് കൊല്ലുന്നു, അവിടെ ശരിക്കും കൊല്ലുന്നു. അവിടെ ശരിക്കും കൊല്ലുന്നു. അതായത് പോയിന്റ് ബ്ലാങ്കിലൊക്കെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലുക, ഒരു സിറ്റി മുഴുവൻ ടേക്ക് ഓവർ ചെയ്യുക, എന്നിട്ട് അവിടുത്തെ കുറെ ആൾക്കാരെ സ്കൂളിലും അവിടെ ഇവിടെയൊക്കെ കയറി വെടിവെച്ച് കൊല്ലുക. ഇതൊക്കെ ഒരു നോർമൽ ഇതാണ് അവിടുത്തെ ആൾക്കാർക്ക്. നമ്മുടെ അവിടെ ഒരു വേറെ നോർമലാണ്. പക്ഷെ ഈ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ മാറാൻ വെരി ഷോർട്ട് പീരിയഡ്സ് മതി. അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ എടുത്തു കൊണ്ടുവരുന്നത്. ബാക്കി രാജ്യങ്ങളിൽ ഈ കോൺഫ്ലിക്ട് നിർത്താൻ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അലാമിംഗ് ആയിട്ടുള്ള ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ. അതെ അതെ അതെ. കണ്ടം ചെയ്യാൻ തന്നെ കുറെ ആൾക്കാര് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇത് തെറ്റാണെന്ന് പറയാൻ പോലും. ഈ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂല് അതുപോലെ നമ്മൾ കണ്ടിരുന്നു. ആൾക്കാർ ഇതിനെതിരെ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. ആക്ഷൻ എടുക്കുന്ന രണ്ടാമത്തെ കാര്യം, അഭിപ്രായം പറയുന്നത് ഇവിടെ അഭിപ്രായം പോലും വരുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടെ. പിന്നെ അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു പലസ്തീനത്തെ കോൺഫ്ലിക്ട് കുറച്ചുകൂടി ടെലിവൈസ്ഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ടിക്ടോക്കിലൊക്കെ ഭയാനകമായിട്ടുള്ള ഇമേജസ് നമുക്ക് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി വന്നോണ്ടിരിക്കും. അത് ഈ സുഡാനിൽ നിന്നൊന്നും അധികം വരാത്തോണ്ടായിരിക്കാം. അതിന്റെ പേരിലാണോ ഈ ഗവൺമെന്റുകളൊക്കെ പ്രഷർ ചെയ്തത് വന്നത് ചോദ്യം ചെയ്യപ്പെടുന്നു ഇപ്പം. അല്ലാണ്ട് ആൾക്കാർ ആർക്കും എവിടെയും പ്രശ്നങ്ങൾ. അതെ അതെ. ഇപ്പൊ ഈ അബുലുലുവിനെയൊക്കെ എന്തിനാ അറസ്റ്റ് ചെയ്യേണ്ടി വന്ന, ഈ നാടകം കളിക്കേണ്ടി വന്ന എന്താ? ആള് ചെയ്ത കുറെ ക്രൈം ഒക്കെ അങ്ങ് ടിക്ടോക്കിലും ഇതിലൊക്കെ അങ്ങ് ഫേമസ് ആയി. ഇപ്പൊ ഇന്ത്യയിൽ അധികം ടിക്ടോക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ ബാക്കിയുള്ള റീജിയൻസിലൊക്കെ ചൈന ഇൻഫ്ലുവൻസ് സ്ഥലത്തൊക്കെ ഇത് നല്ല പ്രവലന്റ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ബേസിക്കലി. ചില സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണല്ലോടാ. എല്ലാം ഹ്യൂമൻ റൈറ്റ്സിന് ഒരു വാല്യൂ ഇല്ല ബേസിക്കലി മിക്ക സ്ഥലത്തും. പിന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റിക്കും ഒരു വാല്യൂ കൊടുക്കാത്ത ഒരു കൈൻഡ് ഓഫ് സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇത് ഈ ഭൂമിയിൽ തന്നെയാണ് നടക്കണേന്ന് ആലോചിക്കുക. നമ്മള് മാക്സിമം അപ്പൊ ഇത് വേറെ രീതിയിൽ സംഭവിക്കാം. നമുക്ക് സംഭവിക്കുന്നുണ്ട് ഓൾറെഡി. അതെ അതെ. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് ഒരു പ്രിക്കോഷൻ എടുത്ത് നമ്മൾ ഓരോ ഇൻഫർമേഷൻ കേൾക്കുമ്പോഴും ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഋഷി പറഞ്ഞ പോലെ ഒരു സയന്റിഫിക് ടെമ്പർ ഉണ്ടാവുക. കുറച്ചുകൂടി സ്കെപ്റ്റിക്കൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളെ നോക്കുക. എന്നിട്ട് ഒന്ന് റാഷണൽ ആയിട്ട് ചിന്തിക്കുക എന്ത് ഇൻഫർമേഷൻ വന്നാലും. അപ്പൊ സ്വയം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൽ നിന്നേ നമുക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതെ, മറ്റേ ആസിഫ് അലി മറ്റേ സിനിമയിലെ ഡയലോഗ് പറയുന്ന പോലെ അപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവന്റെ മനസ്സ് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് മറ്റേ സിനിമയിൽ പറയുന്നില്ലേ? മറ്റേ സൺഡേ ഹോളിഡേന്റെ അകത്ത് അങ്ങനെ തന്നെ അല്ലായിരുന്നു ആ ഡയലോഗ്. മറ്റുള്ളവൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സൊന്ന് കാണാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അതെ അതെ അതെ. അപ്പൊ നമ്മള് ഇതൊക്കെ നമ്മള് നമ്മുടെ തന്നെ ആയിട്ട് കണ്ട് ഈ പ്രോബ്ലംസ് ഒക്കെ വരാതിരിക്കാനും ഇതൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ നമ്മൾ ഇപ്പൊ വോയിസ് ചെയ്യണം കുറച്ച് ആൾക്കാർ എങ്കിലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സംഭവിക്കുമ്പോൾ വോയിസ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടാവില്ല. ബേസിക്കലി അതാണ് സംഭവിക്കുക. കഴിയുന്ന ആൾക്കാരെ ഇലക്ഷനിൽ ജയിപ്പിച്ചു വിടുക. അതെ അതെ. ഇതിനെ കുറിച്ചൊക്കെ നല്ല നല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എലക്ട് ചെയ്ത് വിടുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഡെമോക്രസിക്കകത്ത്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഇന്ന് അങ്ങനത്തെ ഒരു നോട്ടില് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെ മൾട്ടിപ്പിൾ ടോപ്പിക്സ് ആയിട്ടും ബിഗ് ബോസ് വിശേഷങ്ങളായിട്ടും നമ്മള് അടുത്ത ആഴ്ച തിരിച്ചു വരുന്നതാണ്.
അതെ മേ ബി നമുക്ക് ഒരു ഗസ്റ്റിനെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയിരുന്ന ചെയ്യായിരുന്നു. പക്ഷെ ഇവരൊക്കെ 15 ലക്ഷം ഒക്കെയാണ് ചെലവാക്കുന്നത് PR ന് വേണ്ടി. അപ്പൊ anyway, 15 ലക്ഷം 15 ലക്ഷം ഒക്കെ അല്ലേ PR നൊക്കെ ചെലവാക്കണ ഇവര്. അപ്പൊ ഇവര് എന്തോരം മേടിക്കും ഒരു ഇന്റർവ്യൂവിനൊക്കെ വരണമെങ്കിൽ. അപ്പൊ ആഗ്രഹങ്ങളല്ലേ പയ്യെ പയ്യെ സെറ്റ് ആവും. അതെ until next time. മാറാൻ പോണു. See you guys. See you. See you. See you. Bye bye. Bye. Peace out.